ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കോവൻട്രി യൂണിവേഴ്സിറ്റിയിലെ ഫീസ് ഇഷ്യൂസിനെ കുറിച്ച് പറയാനായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് കോവൻട്രി യൂണിവേഴ്സിറ്റിക്ക് വരാൻ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് ആകെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ഫസ്റ്റ് തിങ് ഈസ്, നിങ്ങൾ ഫീസ് കോളേജുകാർ എത്രയോ പറയണം, അതിനുള്ള ഫീസ് അറേഞ്ച് ചെയ്തിട്ട് വേണം ഇവിടേക്ക് വരാനായിട്ട്. കാരണം ഇവിടെ വന്നിട്ട് ഒരാൾക്ക് ഏൺ ചെയ്തിട്ട് അത്ര പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ നമുക്ക് അത്ര പെട്ടെന്ന് ജോബ്സ് ഒന്നും കിട്ടത്തില്ല. ലൈക്ക് നമ്മൾ നാട്ടിലൊക്കെ എല്ലാവരും പറയും പാർട്ട് ടൈം ഒക്കെ ഇങ്ങനെ കിട്ടും അങ്ങനെ കിട്ടും എന്നൊക്കെ. പക്ഷേ ഇവിടുത്തെ റിയൽ സിറ്റുവേഷൻ അങ്ങനെയൊന്നുമല്ല. നല്ല ടഫാണ് നമുക്ക് ജോബൊക്കെ കിട്ടാനായിട്ട്. അതുകൂടാണ്ട് വിൻ്റർ സമയമൊക്കെ കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട, തീരെ കിട്ടത്തില്ല. ഇപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ ഞാനിപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിലാണ് വന്നത് 2023. അപ്പോൾ എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു സെപ്റ്റംബർ തൊട്ട് തന്നെ എനിക്ക് വേറെയൊക്കെ ജോബ് കിട്ടി. ബട്ട് അറൗണ്ട് ഡിസംബർ ലാസ്റ്റൊക്കെ ആയപ്പോൾ തൊട്ട് ഷിഫ്റ്റ്സ് കിട്ടാണ്ടാവുമ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ഇവിടുത്തെ റെൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ റെൻ്റ് തന്നെ നല്ല റേറ്റൊക്കെ വരും. ഓക്കെ, നമ്മൾ ഷെയറിംഗ് ഒക്കെ ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ ഒരു 300 to 250 to 350 പൗണ്ട്സിൻ്റെ ഉള്ളിൽ ഒതുങ്ങും. അല്ലെങ്കിൽ അതിനേക്കാളും നമ്മൾ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ഒക്കെ ആണെങ്കിൽ അതിനേക്കാളും കുറച്ച് റേറ്റ് ഒക്കെ കൂടും. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ അവിടുന്ന് ഫീസ് എഡ്യൂക്കേഷൻ ലോൺ എടുത്തേക്ക് വരാണെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എഡ്യൂക്കേഷൻ ലോൺ ആണല്ലോ, അവിടുന്ന് നമുക്ക് ഡയറക്റ്റ്ലി ഫീസൊക്കെ പേ ചെയ്യാം. അങ്ങനെ അതിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ബട്ട് ഇഫ് യു ആർ ടേക്കിംഗ് ലൈക്ക് എനി അതർ കൈൻഡ് ഓഫ് ലോൺ, നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിലൊരു ലോണൊക്കെ ശരിയാക്കിയിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് നമ്മൾ അതൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ അറേഞ്ച് ചെയ്തിട്ട് തന്നെ വരിക. കാരണം ഇവിടെ വന്നിട്ട് നമുക്ക് ഈ കോവൻട്രി യൂണിവേഴ്സിറ്റി നമുക്ക് അത്ര സമയം തരത്തില്ല. ലൈക്ക് ഇവിടെ ടൈമിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ സെപ്റ്റംബർ ഇൻടേക്ക് ആകുമ്പോൾ ഫസ്റ്റ് എൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ഫസ്റ്റ് അവർ മേടിക്കുന്ന ഒരു 8,000 പൗണ്ട്സ്, ലൈക്ക് ദാറ്റ് ഈസ് ഇന്ത്യൻ മണി ഒരു 8 lakh rupees ആദ്യം തന്നെ അവർ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മേടിക്കും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസംബർ ആകുമ്പോഴേക്കും വീണ്ടും ഒരു 2 lakhs പേ ചെയ്യണം. 2,50,000 സംതിങ് പേ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി ജാനുവരി സമയം നോക്കൂട്ടോ, ഡിസംബർ കഴിഞ്ഞ് ഡയറക്റ്റ്ലി ജാനുവരി ലാസ്റ്റ് ആകുമ്പോഴേക്കും അവർ നമ്മളോട് പറയും ഫുൾ 10 lakh ഫുൾ പേയ്മെൻറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പിന്നെ അവരൊരു സാവകാശം തരുന്നത് ഒരു മാസം സാവകാശമാണ് അവർ തരുന്നത്. ലൈക്ക് ജനുവരി ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മളോട് പേ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വാർണിംഗ് ജനുവരി ആ ഡേറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് വാർണിംഗ് പോലെ വരും, ലൈക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, എത്ര നിങ്ങളുടെ ബാലൻസ് ആണ് പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും അവർ ഞങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് തന്നു. ലൈക്ക് നിങ്ങൾ ഫുൾ ബ്ലോക്ക് ചെയ്യാൻ പോവാണ്. മാർച്ച് 11th ആകുമ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യും. ലൈക്ക് ഒരിടത്തും ആക്സസ് ഉണ്ടാവില്ല, നമുക്ക് ലൈബ്രറിക്ക് പോകാൻ പറ്റില്ല, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൂടാണ്ട് നമുക്ക് അറ്റൻഡൻസ് കിട്ടില്ല. ഇവിടെ അറ്റൻഡൻസ് കിട്ടില്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂസാണ് ഗൈസ്. ലൈക്ക് നമുക്ക് ഇവിടെ 75% അറ്റൻഡൻസെങ്കിലും വേണം നമുക്ക് PSWക്ക് അപ്ലൈ ചെയ്യാം. PSW എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും, പോസ്റ്റ് വർക്ക് വിസ. അപ്പോൾ അത് കിട്ടാനായിട്ട് നമുക്ക് എന്താ പറയുക 75% അറ്റൻഡൻസ് വേണമെന്ന് നിർബന്ധമാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ എക്സിസ്റ്റ് ചെയ്യണ കാരണം നമ്മൾ ഇതിനു വേണ്ടി ലാസ്റ്റ് ഒരു വെപ്രാളപ്പെടലാണ് നമുക്ക് പൈസ അറേഞ്ച് ചെയ്യാനായിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഫസ്റ്റ് തന്നെ ഫണ്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ കരുതിയിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. എന്തായാലും ഫീസ് അടയ്ക്കാനുള്ള പൈസ കരുതിയിട്ട് തന്നെ വരണം നമ്മൾ ഇവിടേക്ക് വരാനായിട്ട്. ബാക്കി എന്ന് വെച്ചാൽ നമുക്ക് ജോബൊക്കെ കിട്ടിക്കഴിഞ്ഞാലും നമുക്കത് സേവ് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ഫീസ് നമ്മൾ സമയത്തിന് അടച്ചില്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂസ് ഇവർ ക്രിയേറ്റ് ചെയ്യും. അറ്റൻഡൻസ് ഇഷ്യൂ വന്നാൽ തന്നെ നമുക്കൊരു വലിയ റിസ്ക് ആണ്. പിന്നെ PSW കിട്ടാനായിട്ട് തന്നെ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് കോഴ്സ് വർക്ക് ഇവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യും കേട്ടോ. കോഴ്സ് വർക്ക് ഒന്നും സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ കോഴ്സ് വർക്ക് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് റീസെറ്റ് വരും, വീണ്ടും അത് PSWക്ക് തന്നെ ഇഷ്യൂ വരും. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഇവരെ നമുക്ക് തീരെ സാവകാശവും തരില്ല. ലൈക്ക് വേറെ കോളേജസൊക്കെ എനിക്കിപ്പോൾ അറിയണ വേറെ കോളേജസൊക്കെ ഉണ്ട്, അവരൊക്കെ നല്ല ടൈം തരുന്നുണ്ട് നമുക്ക് ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട്. പകുതി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്താലും അവർ ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, പറഞ്ഞ ടൈമിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യും. ആൻഡ് ഞങ്ങളൊക്കെ ഇപ്പോൾ ആ സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ബ്ലോക്ക്ഡാണ് ഇപ്പോൾ. ലെക്ചേഴ്സും കിട്ടില്ല, നമുക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. അപ്പോൾ പ്ലീസ് ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മളൊരു യൂണിവേഴ്സിറ്റിയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ മാക്സിമം ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യണത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്കും ഇങ്ങനത്തെ ഇഷ്യൂസ് ഫ്യൂച്ചറിൽ ഉണ്ടാവാണ്ടിരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ബൈ ഗൈസ്.